ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ കഠിനംകുളം കായലിൻ്റെ മനോഹാരിത എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഇന്ന് നാം കാണാൻ പോകുന്നത് കഠിനംകുളം കായലിൽ നിന്നും കൊട്ടാരംതുരുത്തിനെയും മാടൻവിളയെയും ഇരു കരകളാക്കി ഒഴുകുന്ന ചെറു കായലിലൂടെയുള്ള സഞ്ചാരമാണ്. മുൻകാലങ്ങളിൽ കായലിൻ്റെ ഇരുവശങ്ങളിലുമായി തൊണ്ടു തല്ലുന്ന തൊഴിലാളികളെയും കയർ പിരിക്കുന്ന തൊഴിലാളികളെയും കാണാമായിരുന്നു. അതുപോലെ തോടുകളിൽ തൊണ്ടുകൾ അടുക്കാനായി പച്ചത്തൊണ്ടുകൾ താഴ്ത്തിയിരുന്നു. ഏതു സമയവും ഈ കായലുകൾ വഴി അഴുകിയ തൊണ്ടുകളുമായി വള്ളങ്ങൾ കടന്നു പോകുമായിരുന്നു. കയർ വ്യവസായം നശിച്ചതോടെ ആ കാഴ്ചയും ഇല്ലാതായി. പെരുങ്ങുഴിയും മാടൻവിളയുമായി മുൻകാലങ്ങളിൽ കടത്തുവള്ളം ഉണ്ടായിരുന്നു. ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളും ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഈ കടത്തുവള്ളം വഴിയുള്ള യാത്ര ചെയ്യുമായിരുന്നു. കയറി പിരിക്കാനുള്ള തൊഴിലാളികൾ പെരുങ്ങുഴി, കോരാണി, ശാസ്ത്രവട്ടം എന്നീ സ്ഥലങ്ങളിൽ നിന്ന് പോലും ഈ കടത്ത് കടന്ന് പെരുമാതുറ, മാടൻവിള, കൊട്ടാരംതുരുത്ത് ഭാഗങ്ങളിൽ ജോലി ചെയ്തിരുന്നു. ഈ കാണുന്നത് കൊട്ടാരംതുരുത്തിനെയും മാടൻവിളയെയും തമ്മിൽ ബന്ധിക്കുന്ന ചെറിയ പാലമാണ്. ഈ പാലമൊക്കെ വരുന്നതിന് മുൻപ് ഇവിടെ വള്ളത്തിലാണ് ഇരു കരയിലേക്കും യാത്ര ചെയ്തിരുന്നത്. കായലിൻ്റെ ഇരുവശങ്ങളിലും വലിയ മരങ്ങളായ ചീലാന്തി കാണാം. ഇതിനെ പൂവരശ് എന്നും പേരുണ്ട്. ഈ ചീലാന്തി മരങ്ങൾ ചരിഞ്ഞ് കായലിലെ ഗതാഗതത്തിന് തടസ്സം ഉണ്ടാകുന്നു. ചീലാന്തി മരങ്ങൾ വളരെ കൂടുതലായി ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ഇവിടം. ഫർണിച്ചർ ഉണ്ടാക്കാൻ ഈ മരങ്ങൾ ഉപയോഗിക്കുന്നു. നല്ല ഈടുറ്റ കാണാൻ ഭംഗിയുള്ള നിറമാണ് ഈ തടിയുടേത്. വാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫർണിച്ചറുകൾക്ക് വളരെ ഭംഗി ഉള്ളതിനാൽ ചീലാന്തിക്ക് ആവശ്യക്കാർ വളരെയേറെയാണ്. എന്നാൽ ഇന്ന് ചിലർ ഈ മരത്തിന് വിലയില്ല എന്ന് പറഞ്ഞ് ചിലരെ പറ്റിച്ച് മരങ്ങൾ ഇവിടെ നിന്നും കടത്തുന്നുണ്ട്. ഇരുവശങ്ങളിലും നോക്കിയാൽ അമ്പര ചുംബികളായ തെങ്ങുകൾ കാണാം. മുൻകാലങ്ങളിൽ തേങ്ങ ഉൽപാദനത്തിൽ മുൻപന്തിയിലായിരുന്നു. 5 തെങ്ങ് തേങ്ങ എന്നാൽ പെരുമാതറ കൂടി ഉൾപ്പെടുമായിരുന്നു. ഇവിടെ തെങ്ങു കൃഷി ആയിരുന്നു ഇവിടെ പ്രാധാന്യം. മാവോ പ്ലാവോ കൃഷി ചെയ്യാത്തൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ചക്കയും മാങ്ങയും ധാരാളമുണ്ട്. ഇന്നീ ഗ്രാമപ്രദേശത്തെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നം മാലിന്യ കൂമ്പാരങ്ങളാണ്. കായലിൻ്റെ ഇരുവശങ്ങളിലും കായലിലും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു. ഇതിനെതിരായി ശബ്ദിക്കാൻ രാഷ്ട്രീയക്കാരോ മറ്റ് മത സംഘടനകളോ തയ്യാറാകുന്നില്ല. മാടൻവിള, കൊട്ടാരംതുരുത്ത് ഭാഗങ്ങൾ അടൂർ പഞ്ചായത്തും പെരുമാതുറ, ചിറയൻകീഴ് പഞ്ചായത്തിൻ്റെ പരിധിയിലുമാണ്. ഇരു പഞ്ചായത്തുകളും നല്ല രീതിയിൽ കരം പിരിച്ചെടുക്കാൻ ഈ ഗ്രാമപ്രദേശത്തെ പ്രയോജനപ്പെടുത്തുന്നു. എന്നാൽ വികസന പ്രവർത്തനങ്ങളിൽ ഇരു പഞ്ചായത്തുകളും വളരെ പ്രയാസത്തിലാണ്. പെരുമാതുറയെയും മാടൻവിളയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറിയ ഒരു പാലമാണിത്. എന്നാൽ ഇന്നത് ഏത് നിമിഷവും നിലം പൊത്താൻ സാധ്യതയുള്ളതാണ്. പാലത്തിൻ്റെ ഇരുവശങ്ങളിലും ഉള്ള തൂണുകൾ കമ്പികൾ പുറത്തു വന്ന അവസ്ഥയിലാണ്. അദാനിയുടെ വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായി
അമിത ഭാരം കയറ്റിയ ലോഡുകൾ ഈ പാലത്തിന് മുകളിലൂടെയാണ് കടന്നുപോയത്. ഈ ഭീമമായ പാറക്കഷ്ണങ്ങൾ കയറ്റിയ ഭാരം കലിങ്ങിന് താങ്ങാവുന്നതിൽ കൂടുതൽ ആയിരുന്നു. ഏത് നിമിഷവും നിലംപൊത്താൻ പാകത്തിന് ഈ പാലമാക്കി തീർത്തതിൽ നമ്മുടെ എല്ലാ രാഷ്ട്രീയക്കാർക്കും പങ്കുണ്ടെന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. വേലിയിറക്കത്തെ നിയന്ത്രിക്കാൻ സുപ്രധാന പങ്ക് വഹിച്ചിരുന്ന ഒരു കായലാണിത്. ഇന്ന് പല സ്ഥലങ്ങളിലും വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന മാലിന്യങ്ങളുണ്ട്. അതുപോലെ തെങ്ങുകൾ കായലിന് കുറുകെ വീണ് കിടപ്പുണ്ട്. ഇവയെ നീക്കം ചെയ്യാനുള്ള യാതൊരു നടപടിയും സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും ഉണ്ടായിട്ടില്ല. പലയിടങ്ങളിലുമായി ഉപയോഗശൂന്യമായ മത്സ്യബന്ധന ബോട്ടിൻ്റെ അവശിഷ്ടങ്ങൾ കായലിൻ്റെ പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. പെരുമാതുറയെയും മാടൻപിള്ളയെയും തമ്മിൽ ബന്ധിക്കുന്ന ഒരു പാലമാണിത്. ഈ പാലത്തിന് മയ്യത്ത് പാലം എന്ന് അറിയപ്പെടുന്നു. ഇതുവഴിയുള്ള റോഡിലൂടെ ശ്രദ്ധിച്ചു വാഹനങ്ങളിൽ യാത്ര ചെയ്തില്ല എങ്കിൽ ജീവിതം കോഞ്ഞാട്ടയാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. റോഡിൻ്റെ നടുവിലൂടെയുള്ള ഓടയുടെ സ്ലാബിന് കമ്പികൾ പുറത്താണ്. പാലത്തിൻ്റെയും റോഡിൻ്റെയും പേരുകൾ ഒന്നു തന്നെയാണ്. ഇത്രയും നേരം നമ്മളുടെ കൂടെ യാത്ര ചെയ്ത പ്രേക്ഷകർക്ക് നന്ദി. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഈ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.